Hello friends, നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത് ഇന്റർകോം ആണ്. സെനയുടെ 10S എന്നുള്ള മോഡലാണ്. ഞാനിത് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. അൺബോക്സ് ചെയ്യാം. വളരെ അത്യാവശ്യമുള്ളൊരു സാധനമാണ് നമ്മൾ ഗ്രൂപ്പ് റൈഡ് ചെയ്യുന്ന സമയത്ത്. ഗ്രൂപ്പ് റൈഡ് എന്നല്ല, സോളോ പോകുന്ന സമയത്താണെങ്കിലും ഫോൺ അറ്റൻഡ് ചെയ്യാനൊക്കെ വണ്ടി നിർത്തേണ്ട ആവശ്യമില്ല. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ എടുക്കണം, വണ്ടി നിർത്തി ഫോണൊക്കെ എടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സെനയുടെ പല മോഡൽസ് ഉണ്ട്. അതിൽ ഏറ്റവും ഹൈ എൻഡ് അല്ല, അതിൻ്റെ തൊട്ട് താഴെ 2 സ്റ്റെപ്പ് താഴെയുള്ള മോഡലാണ്. പക്ഷേ ഇതാണ് വാല്യൂ ഫോർ മണി. ഇത് ബില്ല്. ഓക്കെ, ഇതാണ് സാധനം. അടിപൊളി. ഒത്തിരി നാളുകൊണ്ട് പ്ലാനിങ്ങിലോട് കൂടെ മേടിച്ചൊരു സാധനമാണ്. ബ്ലൂടൂത്ത് 4.1 ആണ്. അതായത് വളരെ എഫിഷ്യൻ്റാണ്. ബാറ്ററി ബാക്കപ്പ് കൂടുതൽ കിട്ടും, ചാർജ് അധികം എടുക്കത്തില്ല. പിന്നെ അത് 4-വേ ഇൻ്റർകോമാണ്. ബ്ലൂടൂത്ത് ഇൻ്റർകോം അപ് ടു 1.6 കിലോമീറ്റർ അവർ പറയുന്നുണ്ട്. സ്മാർട്ട് ഫോൺ ആപ്പ് ഉണ്ട്. യൂണിവേഴ്സൽ ഇൻ്റർകോമാണ്. സെന അല്ലാത്ത വേറെ ഡിവൈസസിനോടൊക്കെ കോമ്പാറ്റബിൾ ആണിത്. മ്യൂസിക് ഷെയർ ചെയ്യാൻ പറ്റും. നമുക്ക് 4 യൂസേഴ്സിനോട് ഇപ്പോൾ സെനയുടെ 4 പേരെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മ്യൂസിക് പ്ലേ ചെയ്തിട്ട് അത് 4 പേർക്ക് കൂടി ഷെയർ ചെയ്ത് കേൾക്കാൻ പറ്റും. വോയിസ് കൺട്രോൾ ഉണ്ട്, അഡ്വാൻസ്ഡ് നോയ്സ് കൺട്രോൾ ഉണ്ട്, ജോഗ് ഡയലാണ് ഇവിടെ ഉള്ളത്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ്. വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. നല്ല മഴയത്തും ഉപയോഗിക്കാൻ പറ്റും. FM റേഡിയോ ഉണ്ട്. നമ്മൾ അധികം യൂസ് ചെയ്യുമെന്ന് അറിയില്ല, എന്നാലും FM റേഡിയോയുടെ ഓപ്ഷനും കൂടി തന്നിട്ടുണ്ട്. ഇതാണ് സാധനം. നമുക്കിനി ഇത് പൊട്ടിക്കാം. മാർക്കറ്റിൽ വേറെ ഒത്തിരി കമ്മ്യൂണിക്കേറ്ററുകൾ ഉണ്ടെങ്കിലും സെന അല്ലാത്ത ഇതിലോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് വളരെ റെയറാണ്. ഇപ്പോൾ യൂണിവേഴ്സൽ ആയതുകൊണ്ട് നമുക്ക് ഏത് ഗ്രൂപ്പിൽ വേണമെങ്കിലും റൈഡ് ചെയ്യാൻ പറ്റും. കട്ട പ്രീമിയം. ഇതാണ് സംഭവം. ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ. ഇതാണ് നമ്മുടെ ചോക്ലേറ്റിലൊക്കെ നല്ല ക്വാളിറ്റി. എല്ലാം പ്ലാസ്റ്റിക്കാണ്, പക്ഷേ നല്ല ക്വാളിറ്റി. ഇത് പ്രസ് ബട്ടണാണ്. ഓൺ ചെയ്യുന്നത് ഇതും കൂടി നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഓൺ ആവും. ഇത് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ഒരു കേസ് തരുന്നുണ്ട്. ഇതിലാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത്. ഇതിങ്ങനെ ഉണ്ട്. ഈ കറക്റ്റ് ഇതിൽ വരണം. ഇതിലിങ്ങനെ ഇറക്കി വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും. ഇതാണ് നമ്മുടെ കണക്ട് ചെയ്യുന്ന. ഈ റെഡ് എന്ന് പറയുന്നത് മൈക്കാണ്. മൈക്കെന്ന് എഴുതിയിട്ടുണ്ട്, കൺഫ്യൂഷൻ വരില്ല. പിന്നെ ഈ 2 സ്പീക്കറിൻ്റെതാണ്. ഇതാണ് സ്പീക്കർ. 2 സ്പീക്കറുണ്ട്. ഈ 2 സ്പീക്കർ നമ്മുടെ ഹെൽമെറ്റിൻ്റെ സൈഡിലൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ഞാനൊരു ഹെൽമെറ്റ് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടില്ലായിരുന്നു. അതിലൊരു സൈഡിലൊരു പോർഷൻ അതിന് വേണ്ടി തന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ ഇരുന്നോളൂ. അങ്ങനെയുള്ള ഇതാണ്. ഇതിവിടെ ബൂം മൈക്കാണ്. ഇതാണ് ഇതിൽ വയ്ക്കേണ്ട മൈക്ക്. അടിപൊളി. തിരിച്ച് വയ്ക്കാം. മൈക്കിൻ്റെ കണക്ഷൻ ഇതാണ്. ഓക്കെ, പിന്നെ നമുക്ക് എന്താ തരുന്നത്? ഓക്കെ, ഒരു യൂസർ മാനുവൽ തരുന്നുണ്ട്, വായിച്ച് പഠിക്കണം. ഇത്രയും സ്റ്റിക്കേഴ്സ് തരുന്നുണ്ട്. വെൽക്രോയൊക്കെ ആയിരിക്കും. അതെ, വെൽക്രോയും ഓക്സ് കേബിൾ തരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഓക്സ് കേബിൾ ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മുടെ ഈ മൈക്കിന് പകരം ഈ മൈക്ക് ഉപയോഗിക്കാതെ വേറെ മൈക്ക് നമുക്ക് ഹെൽമെറ്റിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ ഓക്സ് കേബിൾ തന്നിട്ടുള്ളത്. അത് കൊള്ളാം.
നൈസ്. ചാർജിങ് ആണ്. ഓക്കെ, ഓക്സ് കേബിൾ ഇതിലാണ് കേട്ടോ കൊടുക്കുന്നത്. ഈ കേസിലാണ് ഓക്സ് കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടുള്ളത്. ഇവിടെ ഇതിനകത്ത് ഓക്സ്. ഇവിടെ ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ള വേറൊരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. യെസ്, ഹെഡ്ഫോൺ ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. വേറെ ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള. ഓക്കെ, ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. എനിക്കത് പഠിക്കണം. നല്ല ക്വാളിറ്റിയുള്ള ഓക്സ് കേബിളാണ്. ഓക്കെ, ഇത് വെൽക്രോ കണക്ട് ചെയ്യാനുള്ള സാധനങ്ങളാണ്. ഇത് സ്പേസറാണ്. നമ്മുടെ ഹെൽമെറ്റിൻ്റെ അതിൽ ആ ഒരു ചെവിയുടെ അടുത്തേക്ക് കുറച്ച് കൂടുതൽ അടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ വെക്കുന്നതിനുള്ളതാണ്. ഇവിടെ സ്പോഞ്ചാണ്, പക്ഷേ ഇവിടെ സൈഡ് വെൽക്രോയാണ്. അപ്പോൾ നമുക്കവിടെ ഈ 3Mൻ്റെ സ്റ്റിക്കർ ഒരെണ്ണം എടുത്ത് റൗണ്ട് ഉണ്ട്. 3Mൻ്റെ സ്റ്റിക്കർ ഒരെണ്ണം എടുത്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങ് വയ്ക്കാം. സിമ്പിളാണ്. ഓക്കെ, അഡീഷണലായിട്ടൊരു കേസ് കൂടി തരുന്നുണ്ട്. ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാൻ വേണ്ടിയേ, ഒട്ടിച്ച് വയ്ക്കാൻ വേണ്ടിയുള്ള 3Mൻ്റെ സ്റ്റിക്കറോട് കൂടിയ തരുന്നുണ്ട്. ഇത് ഹെൽമെറ്റിനകത്തേക്ക് നമ്മൾ കയറ്റി വയ്ക്കുന്നതാണ്. ഈ സ്ക്രൂ ലൂസ് ചെയ്യുക. അതിന് വേണ്ടിയാണ് നമ്മുടെ ഈ അല്ലെങ്കിൽ തന്നിട്ടുള്ളത്. ഈ സ്ക്രൂ ലൂസാക്കി ഹെൽമെറ്റിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് ചെയ്യണം. അതിന് പകരം ഇത് അഴിച്ചിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടിച്ച് വയ്ക്കാം. നമ്മുടെ ആവശ്യാനുസരണം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഓക്കെ, ചാർജിങ് കേബിളാണ് കേട്ടോ. ഇത് ചാർജ് ചെയ്യുന്നതിനുള്ള കേബിളാണ്. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു USB കേബിൾ. ഓക്കെ, ഇത്രയാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, എങ്ങനെയാണ് പവർ ഓൺ ചെയ്യേണ്ടതെന്നും എങ്ങനെ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള മുഴുവനും ഇതിൽ തന്നിട്ടുണ്ട്. ഒന്ന് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. കണ്ടല്ലേ, ഇതാണ് സംഭവം. ഇംഗ്ലീഷിലുള്ളത് ക്വിക്ക് സ്റ്റാർട്ട്. ഈ സെയിം സാധനമാണ് പല പല ലാംഗ്വേജിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കിയാൽ മതി. ഓക്കെ, ഇതെന്ന് പറയുന്നത് അപ്പോൾ DC പവർ ചാർജിങ് ഫേംവെയർ അപ്ഗ്രേഡ് പോർട്ടാണ്. ചാർജിങ്ങിനുള്ളതാണ്. ഫോൺ ബട്ടണാണ്. ഇത് കോൾ അറ്റൻഡ് ചെയ്യുന്നതൊക്കെ ഇവിടെയാണ്, അല്ലെങ്കിൽ ഇവിടെ ചെയ്യാം. ജോഗ് ഡയൽ, ഇത് ഫോൺ ബട്ടൺ. ഇതാണ് LED സ്റ്റാറ്റസ്. ഇവിടെ അറിയാൻ പറ്റും, ലൈറ്റ് കത്തും. ഇവിടെ ചാർജ് ചെയ്യുമ്പോൾ LED കത്തും. ഇവിടെ എവിടെ ലൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ കുഞ്ഞ് ലൈറ്റുണ്ട്. ഇതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ MP3 പോർട്ടാണ് കേട്ടോ. ഓക്സ് ഇവിടെ MP3 പോർട്ടാണ്. ഓക്കെ, ഇത് മൈക്രോഫോൺ കണക്ടേഴ്സിൻ്റെ ഒക്കെ കണക്ടറിൻ്റെയാണ്. ഇയർബഡിൻ്റെ പോർട്ടാണ് ഇത്. അതെ, ഇയർബഡിൻ്റെ പോർട്ട്. ഓക്കെ, സൂപ്പർ. ഇനി നമുക്കിത് ഹെൽമെറ്റിൽ എങ്ങനെയാണ് മൗണ്ട് ചെയ്തതെന്നുള്ളത് നോക്കാം. ഓക്കെ, ഈ ഹെൽമെറ്റിൽ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും മതിയാവും. തൽക്കാലത്തേക്ക് ബാക്കിയുള്ളതെല്ലാം തിരിച്ചെടുത്ത് വയ്ക്കാം. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ 3Mൻ്റെ സ്റ്റിക്കർ ഇളക്കി ആദ്യം ഹെൽമെറ്റിനകത്തുള്ള പാക്കിംഗ് എല്ലാം എടുത്ത് മാറ്റണം. അതിനുശേഷം കണ്ടില്ല, ഇവിടെയാണ് ഞാൻ മൈക്ക് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിൽ ആ ഒരു സ്പേസ് തന്നിട്ടുണ്ട്. ആ സ്പേസിൽ കറക്റ്റായിട്ട് എൻ്റെ ബൂം മൈക്ക് ഇതുവഴി ഇങ്ങനെ വയ്ക്കാൻ പറ്റും. കണ്ടില്ല, ഈ ഒരു ഗ്യാപ്പിൽ കൂടെ ഞാനതിങ്ങനെ സെറ്റ് ചെയ്യും. ഇങ്ങനെ വയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആദ്യമായി ഇതിൻ്റെ ഒരു സൈഡിൽ 3Mൻ്റെ സ്റ്റിക്കറുണ്ട്. ഇളക്കി ഈ ഒരു സ്പേസ് കാണുന്നുണ്ടല്ലോ, ഇതിനകത്തേക്ക് ഇങ്ങനെ ഞാൻ ഒട്ടിക്കും. ഓക്കെ, ഞാനിതിവിടെ ഒട്ടിച്ചു. ഈ ഒട്ടിച്ചതിന് ശേഷം
ഈ ഒരു സ്പേസർ ഞാനിവിടെ ഇങ്ങനെ വെച്ചു. ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ, അത് ഒട്ടിയിരുന്നു. വെൽക്രോയാണ്, എപ്പോഴെങ്കിലും ഊരി മാറ്റാൻ മതി. കണ്ടില്ലേ, ഊരി മാറ്റാം. നല്ല ടൈറ്റായിട്ടിരുന്നുള്ള സാധനം. ഓക്കെ, അതിൻ്റെ മുകളിൽ ഞാൻ ഈ സ്പീക്കർ വയ്ക്കാനാണ് പോകുന്നത്. ഇതിൻ്റെ സ്പീക്കറിൻ്റെ വള്ളിയിൽ ഈ വയർ ഇതുവഴി കറക്റ്റായിട്ട് ഇങ്ങനെ വയ്ക്കും. അപ്പം നമ്മൾ ഹെൽമെറ്റ് വെക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കണ്ടില്ലേ, ഇത് പൊട്ടിയിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇതിങ്ങനെ തൽക്കാലത്തേക്ക് ഇങ്ങനെ വെക്കും. ഈ സൈഡിൽ പോർഷൻ, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഒട്ടിക്കാം. ഇവിടെ ഒട്ടിച്ചു. യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇത് റിമൂവ് ചെയ്യണം. മറ്റേ ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല. റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചു. ഇത് 2 സ്പീക്കർ ഇവിടെ ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. ഈ വയർ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എടുത്ത് വയ്ക്കാം തൽക്കാലത്തേക്ക്. ഇൻ്റർകോം വയ്ക്കുന്ന ആ ഒരു കേസ് രണ്ടിന് 2 ലെങ്താണുള്ളത്. ഒരെണ്ണം മൈക്കിനടുത്തും ഒരെണ്ണം മൈക്കിന് ദൂരെയും വരുന്നത് കൊണ്ടാണ് ഈ 2 ഇത് തരുന്നത്. ഇത് ഊരുന്നതിന് വേണ്ടി ടൂള് കൂടെ തന്നിട്ടുണ്ട്. ലൂസ് ചെയ്യണം. ഇങ്ങനെ ലൂസ് ചെയ്തതിന് ശേഷം എവിടെയാണോ നമ്മൾ ഇൻ്റർകോം വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. എവിടെയാണോ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് ആ ഒരു ബേസിൽ ഇതങ്ങ് കറക്റ്റ് വെക്കണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മുടെ സ്ട്രാപ്പ് ഇങ്ങനെ എടുക്കുമ്പോൾ ടച്ച് ആവാത്ത സ്ഥലത്ത് വെക്കണം. ഈ വയറിന് ഒരു ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലം നോക്കി നമ്മളിത് സെറ്റ് ചെയ്യണം. ഇങ്ങനെ ടൈറ്റ് ചെയ്യാം. ഈ ഡിവൈസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് അറ്റ് എ ടൈം 2 ബ്ലൂടൂത്ത് ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ഫോണും പിന്നെ ഒന്ന് നമ്മുടെ GPS ഡിവൈസോ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും. അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. 1.5 കിലോമീറ്റർ റേഞ്ചും കിട്ടും. പിന്നെ സെന അല്ലാത്ത ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാനും പറ്റും. സെനയുടെ ആണെങ്കിൽ 4 പേരെ കണക്ട് ചെയ്യാം. സെന അല്ലാത്തത് കണക്ട് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം. നല്ല ടൈറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി അതിന് ശേഷം ഇതിൽ കുറച്ച് കേബിൾസ് തന്നിട്ടുണ്ടല്ലോ. ഇതിൽ 2 കറുത്ത വയർ തരുന്നുണ്ട്. അതായത് ഒന്ന് വലുതും ഒന്ന് ചെറുതും. പിന്നെ ഇത് മൈക്ക് എഴുതിയ ഒരു റെഡും തരുന്നുണ്ട്. ഈ വലുതെന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്പീക്കറിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ലെങ്താണ്. ബാക്കിയുള്ള ലെങ്ത് വരുന്നതെല്ലാം നമുക്ക് ഇതിൻ്റെ പുറകിൽ തന്നെ നമ്മുടെ പാക്കിങ്ങിൻ്റെ അകത്ത് തന്നെ ചുരുട്ടിക്കൂട്ടി വയ്ക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ആവശ്യം വേണ്ടി എടുത്തില്ലായിരുന്നു, അതെടുത്തു. ഇനി ഈ വലിയ കണക്ഷൻ എടുത്ത് ഈ ഓപ്പോസിറ്റ് സൈഡിൽ കണക്ഷൻ എളുപ്പമില്ല. ആരോ തന്നിട്ടുണ്ട്, കണ്ടില്ലേ, ഈ ഒരു ആരോ ഉണ്ട്. ഈ ആരോയും തമ്മിൽ കണക്ട് ചെയ്താൽ മതി, അതുകൊണ്ട് തെറ്റത്തൊന്നുമില്ല. കണ്ടില്ലേ, ഈ കണക്ഷൻ ഓക്കെ ആയി. ഇനി നമ്മൾ ഈ ബ്ലാക്കും കൂടി കണക്ട് ചെയ്യണം. ഈ 2 സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൈക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, മൈക്ക് കണക്ട് ചെയ്യുന്നതിന് ഇതാണ് മൈക്ക്. ഇതും വെൽക്രോ ആണ്. അപ്പോൾ നമ്മൾ എവിടെയാണോ മൈക്ക് ഫിക്സ് ചെയ്യുന്നതെന്നുള്ളത് നോക്കണം. മൈക്ക് നമുക്കിവിടെ കണക്ട് ചെയ്യാം. ഈ റെഡാണ് മൈക്കിൻ്റെത്, ഈ റെഡും ഇതും. മൈക്ക് നമ്മൾ കണക്ട് ചെയ്തു. ഇതിനകത്ത് ഫ്രണ്ടിലേക്കാണ് ഞാൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇവിടെ വയ്ക്കാം. അതിന് ഒരു 3Mൻ്റെ ഒരു സ്റ്റിക്കർ എടുക്കുക. ഇതിൻ്റെ ഒരു സൈഡിൽ 3Mൻ്റെതും മറ്റേ സൈഡ് ഇങ്ങനെ ഒട്ടുന്നതാണ്. അപ്പോൾ നമ്മളിത് ഇളക്കി ഇവിടെ ഒട്ടിക്കാനാണ് പ്ലാൻ.
ഈ ഒരു പോർഷനിൽ ഇവിടെ. നമ്മുടെ ഈ പ്രസ് ബട്ടൺ ഒന്നും ഡിസ്റ്റർബൻസ് വരാത്ത സ്ഥലം നോക്കി വേണം വയ്ക്കാൻ, അല്ലെങ്കിൽ പണി കിട്ടും. ഇതിങ്ങനെ വെച്ചു. എന്നിട്ട് മൈക്ക് ഞാനിവിടെ ഫിക്സ് ചെയ്തു. ഇതോടെ ഒട്ടിയിരുന്നോളൂ. ഇത് നമ്മുടെ ഷേപ്പിനനുസരിച്ച് വരുന്നുള്ളൂ. ഇനി ഇത് ഇവിടെ ഒരു പിടുത്തത്തിന് വേണ്ടി ഈ സാധനം വേണമെങ്കിൽ നമുക്ക് വയ്ക്കാൻ കേട്ടോ. ഇതിങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കാന്നുള്ള സാധനം അഡീഷണലായിട്ട് ഇളകി പോവാതിരിക്കുന്ന ഒരു പിടുത്തത്തിന് വേണ്ടി ഇവിടെ ആയിട്ട് വയ്ക്കാം. ഇത് ഇളക്കിയിട്ട് ഇവിടെ അങ്ങ് ഒട്ടിച്ചു. ഇനി ഇത് ഇവിടെ അങ്ങ് ഇത് ഒട്ടിയിരുന്നോളൂ. കണ്ടില്ലേ? ഇപ്പോൾ ഇത് മൈക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റായിട്ട് നമ്മുടെ പാക്കിങ്ങിനുള്ളിലെല്ലാം വരുന്ന രീതിയിൽ തിരിച്ചു വയ്ക്കണം. പ്രസ് ബട്ടൺ വയ്ക്കാം. ഈ രണ്ടും ഇത് വെച്ചു. ഇനി നമ്മൾ ഈ സൈഡിൽ ഈ പാക്കിങ്ങിനുള്ളിൽ തന്നെ എല്ലാം ആകാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് രണ്ട് സൈഡും കയറ്റി വെച്ചു. ഇനി ക്ലിപ്പ് ഇടാം. മൂന്നാമത്തത് കിട്ടും. കണ്ടില്ലേ? ഇപ്പോൾ നമ്മളിതിൻ്റെ ബേസ് കേബിളിങ് ഫുള്ള് ചെയ്ത് മൈക്കും ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വയ്ക്കാനുള്ളത് ചിൻ കർട്ടനാണ്. ചിൻ കർട്ടൻ എടുത്ത് ഇപ്പം ചിൻ കർട്ടൻ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പം മൈക്ക് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. എല്ലാം പാക്കായിട്ടുണ്ട്. അല്ലേ? ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ ഇല്ലേ വെക്കുമ്പോൾ ഇവിടെയൊന്നും തട്ടുന്നില്ല. ഇപ്പോൾ ഹെൽമെറ്റ് ഇതിൻ്റെ മുകളിലല്ല ഇരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഡിവൈസ് ഇതിലേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കും. അടിപൊളിയായില്ലേ? ഓൺ ചെയ്യുന്നതിന് വേണ്ടി ഈ രണ്ട് ബട്ടൺ കൂടി ഒരുമിച്ച് വയ്ക്കിയാൽ മതി. കേട്ടോ? ഹലോ. ഓഫ് ചെയ്യുന്നെങ്കിൽ ഗുഡ് ബൈ. ഇത് വോളിയം കൂട്ടാനും കുറയ്ക്കാനുമാണ്. ഇത് വെച്ച് നോക്കാം. വളരെ ക്ലിയറായിട്ട് കേൾക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഹെൽമെറ്റിൽ നമ്മൾ സെനയുടെ കമ്മ്യൂണിക്കേറ്റർ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ സെനയുടെ ഈ കമ്മ്യൂണിക്കേറ്റർ ഉപയോഗിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇറക്കുന്നതായിരിക്കും. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പീസ്.